ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം എയ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഐസ്ക്രീം എയ്റ്റ് വാൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ട്രൂ എൻഡിങ് ഗൈസ്. ട്രൂ എൻഡിങ് ഗൈസ്. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈൻഡ് എ വേ ടു ദ എക്സ്ട്രാക്ഷൻ റൂം എന്ന് പറഞ്ഞ ഗൈസ്. നമുക്ക് വഴിയൊക്കെ അറിയാം. നമ്മൾ നേരത്തെ ഇത് കളിച്ച് ചെയ്യിപ്പിച്ചു. ലെറ്റ്സ് ഗോ ഗൈസ്. നേരെ ഇങ്ങോട്ട് വരാം. ആ പിങ്ക് റൂമിൻ്റെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ ഈസി മോഡാണ് ഗേസ് കളിക്കുന്നത്. ഗണ്ണൊക്കെ എടുത്ത് പോകാം ഗേസ്. കണ്ട് 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 അവരുന്നതിനെ മുടിപ്പിക്കാനായിട്ട് നമുക്ക് വേസ്റ്റ് ആക്കണ്ട ഗേസ്. നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ 3 സാധനങ്ങൾ ഇവിടെ വെക്കണം. മേളത്തെ വായിച്ചാൽ മനസ്സിലാവും. Found seems unlock the yellow button to free kidnapped children from the extraction room. അതെല്ലാം ആക്കിയാണ്ട് എന്താ എല്ലാതും കൊടുത്തുകൊണ്ട് ആ യെല്ലോ ബട്ടൺ അമർത്തിയാൽ കിഡ്നാപ്പ് ചെയ്ത എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതാണ് ഈസ് പറയണേ. എല്ലാവരും കൂടി തുറക്കും അങ്ങനത്തെ പറഞ്ഞു ഈസ്. വേറെ 3 സാധനങ്ങളൊക്കെ ഉണ്ട്. പിങ്ക് അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഈസോടാ. അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഗൈസ് 11 പാഞ്ഞ് വരുന്നുണ്ട്. വളച്ചിട്ടോടെ ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്ര പണിയുള്ള ഗൈസ് ഇവിടെ. ഐസ്ക്രീമുകൾ ചെറുതായിട്ടൊന്ന് ഷോക്ക് കളിപ്പിക്കാം. സ്മൂത്തായിട്ട് നമ്മൾ കുറച്ച് ലെജൻഡായിട്ടുണ്ട് ഗൈസ് ഐസ്ക്രീമുകളെ പണി കൊടുക്കാനായിട്ട്. അമ്മയുടെ അടുത്തേക്ക് പോവാ. ഇവിടെ എന്തെങ്കിലുണ്ട്? യെസ്, ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു ഷിപ്പാണ് ഗൈസ് ഇത്. കൺട്രോൾ റൂം അതവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങാം. നമ്മളെ ഗണ്ണുണ്ട് ഗൈസ് ഇവിടെ. പൊക്കിയെടുക്കണം ഗണ്ണൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നേരെ അതിലിട്ടൊന്ന് എടുക്കാം ഗൈസ്. നേരെ എടുത്തിട്ടുണ്ട്. ഈ കാർഡ് എടുത്തിട്ടുണ്ടോ ഗീസ്? നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കാർഡും അതിനുള്ളിലിട്ടിട്ടാം പുറത്ത് പോകാം ഗീസ്. പുറത്ത് പോകാം. വെന്റിൻ്റെ ഉള്ളിലൂടെ നേരെ നൊയഞ്ഞ് പോവാം. ഗീസ് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഗീസ്. നമ്മളെ ഇവൻ മൈക്കിന് നമ്മൾ കൊടുക്കേണ്ട സാധനം ഇല്ലേ ഗീസ്? ആ സാധനം എന്തൊരു പെർഫ്യൂമാണ് ഗീസ്. അത് മൈക്കിന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇത് മൈക്കിന് കൊടുക്കണം. അത് രണ്ടും മൈക്കിന് എടുത്തു. മൈക്കത്തെ കാട്ടി നമുക്ക് ഇങ്ങനത്തെ സാധനം ചെയ്യുന്നു ഗീസ്. അത് നമ്മൾ ഒന്നാത്തിയിട്ടു. നമ്മൾ രണ്ടാമത്തെ ചാർജിൽ കൊടുക്കണം. പിന്നെ ലിസിന് കൊടുക്കണം ഗീസ്. അങ്ങനെ 3 ഏകദേശം യെല്ലോ ബട്ടൺ അമർത്തിയാലാണ് ഗീസ് ഈ കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർക്ക് കുട്ടികളുടെ ഫുള്ള് രക്ഷപ്പെടുള്ളൂ. നമ്മൾ ഫുൾ ഇവിടെ തന്നെയാണ് ഗീസ്. ഇല്ല ഗീസ്. അപ്പോൾ സ്ട്രോക്ക് അടിച്ചില്ല. ഇനി ഇവനെ ടേസ്റ്റ് ചെയ്യാം. അടിച്ചടിച്ച് എനിമി ഫാൻഡ്. ഇതിലൂടെ ഒന്നുമില്ല. എന്തൊരു ബോക്സാണ് ഗീസ്. ഇവിടെ എന്തെങ്കിലും ഗീസ്. ടൂൾ ബോക്സിനുള്ളിൽ സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ നേരെ കൊണ്ടുപോയി കൺട്രോൾ റൂമിൽ നേരെ കൊണ്ടുപോയി അവിടെ ഊരാൻ ഗീസ്. സ്ക്രൂ ഡ്രൈവർ ഊരിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ ഊരിയിട്ടുണ്ട്. ഈ എലുമോട്ടൻ എന്നെ എടുത്തിട്ട് ഇതിനുള്ളിൽ കൊണ്ടിടും. ആ ഓട്ടനുള്ളിൽ കൊണ്ടിടും. ലിസ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യണം തോന്നുന്നു. ടീസിൻ്റെ ഒരു കഷ്ടപ്പാട് ടീസ്. നമ്മൾ ഞെലിയായി കളിക്കണം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ടീസ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകണം. ഇതിമോൻ തട്ടാൻ മടിയാ. ചാവും. ഇനി 3 ദിവസം ചാവും കേസ്. പ്ലഗ് നമ്മൾ ഊരിട്ടു. പിന്നെ ഇലക്ട്രിസിറ്റി നാളെ അടിക്കൂല.
ഗൈസ് ഇവിടുന്ന് വീഴാൻ മതി. വീണ അടിന്ന് ഫസ്റ്റ് തന്നെ കളിക്കണം ഗൈസ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതിലൂടെ ഇങ്ങോട്ട് പോയിട്ട് ആർത്തി പണ്ടാരല്ലേ ഗൈസ്, നമ്മളെ എലിക്കുട്ടെ ആർത്തി പണ്ടാരല്ല. ഇതെന്താ ഗൈസ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. തല ഉന്തി തള്ളിട്ട് നേരെ ഇപ്പുറത്തോട്ട് പോവാം. ഇപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ മേലെ കയറാം. ഇത് ഇലക്ട്രിസിറ്റി ഗൈസ്, ഇലക്ട്രിസിറ്റി പോയി മുന്നേ കളിക്കും. ഡേഞ്ചറസ് ഗൈസ്, കുട്ടിയാൻ എലി ചാവും ഗൈസ്. നേരിൻ്റെ പായ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. എത്ര കാലം ഗൈസ് പണി എലിക്കുട്ടനെ പണി കൊടുത്ത്. ഈ ടാപ്പ് പൊന്തിച്ചാൽ വെള്ളം പോവും. നമ്മൾ താണ്ട് ചാടിയിട്ട് മേലിട്ട് കയറണം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നേരെ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അവിടെ തട്ടാൻ പാടില്ല ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പുറത്തിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സാധനം തള്ളിടണം. തള്ളിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അവിടെ പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് അടിച്ചൊന്ന് പൊട്ടിച്ചേക്കുക. സൈഡിലൊരു ജീവിനെയാണ്ട് ഗൈസ്. ജീവിയല്ലത്, റോഡിലെ തലയാ. ഫാനിൻ്റെ മേലിലോട്ട് കയറണം. ഈസ പിങ്ക് സാധനം ഈസ് നമുക്ക് എടുക്കണ്ടേ. വലിയൊരു പിങ്ക് സാധനം കാണിക്കും ഈസ്. അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഈ സാധനം എടുക്കണ്ടേ, പിങ്ക് സാധനം. ഇത് ഞാൻ തള്ളിടണം ഗൈസ്. തള്ളിട്ടു. ഇനി ഇതും തള്ളിടണം. പിങ്ക് നേരെ ചാടണം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മൾ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി നേരെ പോവാം. നേരെ പോയിട്ട് നമുക്ക് ഈ സാധനം എടുക്കാം ഗൈസ്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു പിങ്കസ്റ്റ് സാധനം. എലിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചാടിയൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പൈസ ഇട്ടിട്ടുണ്ട്, എലിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് കാർഡും കിട്ടിയിട്ടുണ്ട്. ഈ കാർഡ് വാങ്ങിയിട്ട് അവിടെ വെക്കാം. അടുത്ത ചോപ്പാണ് വേണ്ടേ. ഇനി ചാർലിക്ക് നമ്മൾ എന്തോ കൊടുക്കണം. നമുക്ക് ഗണ്ണെടുത്തിട്ട് പോവാം. ഫുൾ സ്കോഡായി ഇറങ്ങിയിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കണം. ഐസ്ക്രീം അങ്കിൾ നീച്ച് പിന്നെയും ഗീസ്. ഇയാളെ കൊണ്ട് വലിയ കഥയാണല്ലോ. ഇനി റോസാണ് ഞാൻ കാണണ്ട. പിടിച്ച് ഓടിക്കോ. പിടിച്ച് ഉന്തിരണം ഈസ്. ചവിട്ടി നിലത്ത് കെട്ട് ഈസ്. അത്ര പണിയുള്ള ഈസ് നിലത്ത് കെട്ടിട്ടുണ്ട്. പോടാ നിലത്തിട്ടാ. ഇനി വാട വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് വലിപ്പമൊക്കെ വെച്ചു. ഞാൻ അടിച്ചിടാൻ പറ്റും. സാധനം ഫ്രീസ് ആക്കിയിട്ടുണ്ട്. 560 സെക്കൻഡിട്ട് അവിടെ നിൽക്കും. 1 മിനിറ്റ് നേരത്തേക്ക് വെള്ളം തുടങ്ങും. നമുക്ക് ഇത് നമ്മൾ ചാറിലേക്ക് ഇട്ട് കൊടുക്കണം തോന്നുന്നു. മറ്റേ രൂപമാക്കിയിട്ട് കേസ്, റോഡിന് രൂപമാക്കിയിട്ട് ചാറിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം തോന്നുന്നു കേസ്. അതന്നെയാണ് കേസ്, അതന്നെ തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ചാറിൽ കൊടുത്തോക്കാം. ലെറ്റ്സ് ഗോ കേസ്. ചാറിൽ ഇതാ മറ്റമായിട്ടുണ്ട്. മിനി റോഡിനെ പോലെ ഒരുത്തൻ, ഒരു മണ്ടൻ. ആ മണ്ടൻ റോഡ് എങ്ങോട്ട് വാടാ ചാർലി കുട്ടാ, ഇങ്ങോട്ട് വാ. ഇതെല്ലാം വീണ്, ചാർലി വീണ്.
തീരുമാനമായി ഗൈസ്. ഐസ്ക്രീം എണീക്കാൻ നോക്കണം ഗൈസ്. ഇപ്പോൾ ഈ ചാർലിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചാർലി കമോൺ. ഇനിയും 30 സെക്കൻഡ് നിൽക്കും തോന്നുന്നുണ്ട്. ചാർലി സ്പീഡ് പാടാം. മിനി റോൾസ് വാടാ. ചാർലി കമോൺ ഇങ്ങോട്ട് കയറിക്കോ. അങ്ങോട്ട് കയറിക്കോ. ഫുൾ ട്രാപ്പാണ് ഈ സംഭവം. ആഡും കണ്ട് ഞങ്ങൾ ട്രാപ്പ് സെറ്റ് ചെയ്യണ്ട്. ഇഷ്ടം പോലെ ട്രാപ്പ് ചെയ്ത് ഒരുത്താൻ ഞങ്ങോട്ട് എത്തൂല. ABCD കേസ് ഓരോ മൂലക്കൊക്കെ പോകാനാണ് ഈ ഓരോത്. നമ്മളെ ചാറുകുട്ടൻ്റെ അതിലൂടെ പോകുന്നുണ്ട്. അതിലൂടെ പോണ എല്ലാ മിനി റോഡ്സിനെ അങ്ങനെ പുറകിൽ ഇങ്ങനെ ആവാഹിച്ചു കൊണ്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഏത്ത വാതിലുകൾ തുറക്കും, ബി നോക്കുമ്പോൾ ബീത്ത വാതിലുകൾ തുറക്കും. അങ്ങനെയാണ് ഐസ്ക്രീമുകൾ എന്ന ട്രാപ്പിൽ വീണീസ്. എൻ്റെ വലിയ ഞാൻ പിന്നെ നിൽക്കിയിട്ടുണ്ട്. ഇപ്പം ബിയും സി കഴിഞ്ഞാൽ ഗീസ് നമ്മൾ ചെക്ക് അതിലൂടെ പോകണ്ട്. ബി നിൽക്കാം. സ്റ്റാറിൽ വരുന്നത് വരുന്നു. അതിൽ ഉണ്ട കത്തിട്ടുണ്ട്. നമുക്കത് ഞാടും കാണാൻ പറ്റും. കേസ് ഉണ്ടര ഒറ്റക്ക് വേച്ചാറുണ്ട. ഇതേലും പോണ്ട്. അഞ്ചടത്തിൽ ഇതേ അങ്ങോട്ടാക്കണം. അങ്ങനെ പിന്നെ ആഡ് ഉണ്ട്. നമുക്ക് പേടില്ല. സെറ്റിങ് അതവിടെ തള്ളുണ്ട്. യെസ് ഗൈസ് യെസ്. ഇതിലുള്ള തള്ളിപ്പോയി ഗൈസ്. സെറ്റ് ഗൈസ്. ഐസ്ക്രീം അങ്ങനെ നനയ്ക്കാത്ത നീച്ച നമുക്ക് ഫുൾ ട്രാപ്പാണ്. ട്രാപ്പ് വെച്ച് പണിയും. വാടാ. തെറിച്ചു വീണ് 11 തലമുറ തിരുണ്ട്. നമുക്ക് കാർഡും കിട്ടി. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മളിവിടെ തിരുണ്ട്. നമ്മളെ ചാർലി കുട്ടനെ കാണുന്നുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ ചാർലി കുട്ട വഴിയിട്ടുണ്ട്. എല്ലാ വട്ടം അമർത്തി എല്ലാവരും കൂടി ഒരുമിച്ച് ലിവറിനെ വലിച്ചു. ഈഗിൾ ജൂനിയർ ഗൈസ്. ഈഗിൾ ജൂനിയർ ഹൈസ്കൂൾ 1944 അങ്ങനെ തന്നെ 94 മൈ സൺ ഈസ് ബ്യൂട്ടിഫുൾ. യെസ്, നമ്മളിപ്പോൾ സണ്ണാണ് ഗൈസ്. അല്ല, നമ്മളിപ്പോൾ ചെറിയ കുട്ടിയാ. തീരെ ഹൈറ്റ് ഇല്ലല്ലോ ഈ നമ്മള്. അതും മെല്ലെയാണ് നടക്കണേ. നമ്മളിപ്പോൾ കുട്ടിയാണെന്ന് തോന്നണേ. ഇതൊരു പെണ്ണുമ്പോൾ അങ്ങോട്ട് പോകേണ്ടത് നമ്മളെ തള്ളയാണോ? സിസ്റ്റർ മാഡ്ലിനാണോ? സിസ്റ്റർ മാഡ്ലിൻ ഓരോന്ന് പറയണ്ട്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയണ്ട്. എല്ലാവരും ഇങ്ങനെ പറയണ്ട്. സിസ്റ്റർ മാഡിന്റെ റൂം. ഇവിടെ എന്താ കാട്ടുന്നൊക്കെ ചോദിക്കണ്ടേ നമ്മളോട് ചൂടാവുണ്ട്. ഹൈ സ്കൂൾ വലിയൊരു സ്കൂളാണിത്. ആരോഗ്യയുടെ പോയി. ചെറുക്കനാണ് നിൽക്കുന്നുണ്ട്.
പാത്തും പതുങ്ങിയ ചെക്കൻ എങ്ങോട്ടാ പോണേ ഗൈസ്? എങ്ങോട്ടാ പോകണ്ട്? അവന്മാർക്ക് എന്തൊരു പ്ലാൻ ഉണ്ടല്ലോ. റിവ്യൂ ദ മെമ്മോറീസ് ഓഫ് ദാറ്റ് ഡേ. 11 ആളെ മുട്ടുണ്ട് ഗൈസ്. സീനീസ് എങ്ങനെ പോകണ്ട? സിസ്റ്റർ മാഡിൽ പിന്നെ വന്നു ഗൈസ്. ചൂടാവുണ്ട് ഈ നമുക്ക് ചെറിയ സ്റ്റാർട്ടാകണ്ട്. ഈ ഗെയിം ക്രാഷ് ആയാൽ തോന്നുന്നു, നമുക്കറിയില്ല. എന്തിവിടെ നേരെ പോവാം. ഇവിടെ കുറെ അമ്മച്ചിയൊക്കെ ഉണ്ട്. അമ്മച്ചി ഞങ്ങളൊന്നും കാട്ടുന്നില്ലട്ടേ. 2 വട്ടം പോകുമ്പോൾ തള്ള പിടിച്ച് കേസ്. ബ്യൂട്ടിഫുൾ ബേബി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. പാരയിൽ വരും. ഈ സിസ്റ്റർ മാഡലിൽ വരുന്നു. വാതിൽ തന്നു. ഇതേ പോണു. അപ്പുറത്തേക്ക് ഇതേത് കാം ഡൗൺ. നമ്മളെ കൊണ്ടേക്കോളെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് വാണ്ട് ടു ലേറ്റ് യു കം വിത്ത് മീ ഗൈസ്. How dare they stay and be scared? എന്തിരീസത് ഇന്ത്യയിലൂടെ സിസ്റ്റർ മാഡിലാണ് ഗൈസ് നമ്മളിപ്പോൾ. ഗൈസ് നമ്മളിതേ ആ തള്ളച്ചതാ നമ്മൾ റോഡിൻ്റെ അച്ഛനെ കൊടുക്കണേ. ജോസഫ് സുലൈവാനോ ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് ഇവളിലാണ് ഇതെടുത്തിട്ട് ഈ ഹാമർ എടുത്തിട്ട് ഇങ്ങനെ പറയണേ ഗൈസ്. അതാണ് തോന്നുന്നത് ഗൈസ് ആ മെമ്മറീസ്. പക്ഷെ ഒരു പക്ഷെ ആ പെണ്ണ് ഇതാണ് ഗൈസ്, ആ പെൺകുട്ടിയല്ലേ ഗൈസ്. അത് റോഡാണല്ലേ, റോഡിൽ തലറങ്ങണ്ടെന്ന് തോന്നണോ. റോഡില്ലാതെ ഗൈസ്. റോഡ് മേലോട്ട് നേരെ പോണ്ട്. യെസ് ഗെയിം കഴിഞ്ഞോ? ഗെയിം കഴിയാനായി തോന്നണോ. യെസ് ഗൈസ് ഫൈനലി എലീസ ഗൈസ്. എലീസ എന്നൊക്കെ പറയുന്നുണ്ട്. എലീസാണ് ഗൈസ് ആ പെൺകുട്ടി തോന്നണു. ചിൽഡ്രൻസ് ഒക്കെ എൻ്റെ ആണെന്ന് പറയുന്നുണ്ട് ഗൈസ്. നമ്മളെ 4 പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവരുടെ അടുത്തും ഗണ്ണുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ജയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഗണ്ണ് നോക്കാം ഗൈസ്. പുതർത്തി കൊടുക്കല്ല ഗൈസ്. നമ്മളത് എൻഡ് ഓഫ് ദ ഫ്രീസർ എന്ന് പറഞ്ഞ ഗൈസ്. മൊറച്ചറീസ് നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങണം. ഗിഫ്റ്റ് കയറും ഗൈസ്. സംഭവം ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ നേരെ പെടുത്തിയിട്ടുണ്ട്. റോഡിൻ്റെ തലയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് എമ്പാടും ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. പിള്ളേർ ഇതേ വരുന്നുണ്ട്. ഇവിടെയാണ് ഗൈസ്. ഇവിടെ ആയിട്ടാണ് വാൽ തുറന്നാൽ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഫൈനലി ഐസ്ക്രീം നിങ്ങൾ ദേ ഇവിടെ നിൽക്കും. റോഡ് ഫൈനലി. സ്റ്റുപ്പിഡ് ചിൽഡ്രൻസ്. നിങ്ങളെ കൊള്ളാനാണ് ഇപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇയാളെ കണ്ടുപിടിച്ചതിന് മേലെ കയറും. നമ്മളെ വീഡിയോക്കെ നോക്കും ഗൈസ്. റോഡ് നമ്മുടെ വീഡിയോക്കെ നോക്കണ്ട്. ചെറുക്കണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ പൊന്തും. ഇതൊക്കെയാണ് ഈ മെഷീനിന് പവർ കൊടുക്കുന്നത്. ഗണ്ണൊക്കെ പൊട്ടി. ലിസിൻ്റെ മേത്തേക്ക് വന്നു. ലിസിൻ്റെ മേത്തേക്ക് വന്നപ്പോൾ ലിസിന് മനസ്സിലായെന്ന് തോന്നുന്നു മൈക്കിന് ചെറിയതുള്ളത്. മൈക്ക് എന്തായാലും പ്രതിമായിട്ടുണ്ട്. നമ്മളെ ജയ മാത്രമാണ് നിൽക്കുന്നത്. ഇയാൾക്കാണ് ഭ്രാന്തളി. ഇയാൾ നമ്മൾ പുതർത്തി കൊടുക്കണം ഗൈസ്. ഡിഫീറ്റ് റോഡ് എൻ്റെ IC-90 ഇതെടുക്കണം ഗൈസ്. സ്ലിംഗ് ഷോട്ട് എടുക്കണം. നമുക്ക് അയാളുടെ നടുവിടാൻ പാടില്ല. നമ്മൾ ഉണ്ട നടക്കണം എന്നാണ് ഗൈസ്. എവിടെയൊക്കെ വെടിവെക്കണം ഗൈസ്.
മറ്റങ്ങളൊക്കെ അവിടെ നിന്നോ കാട്ടും ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഷീൽഡ് ഡീആക്ടിവേറ്റഡ് ഗൈസ്. ഷീൽഡ് ഡീആക്ടിവേറ്റഡ് ഉണ്ട്. നമുക്ക് ഞാൻ പൊട്ടിക്കണം ഗൈസ്. പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നടിച്ചിട്ടുണ്ട്. ഇവിടെ റീലോഡ് ചെയ്യാം ഗൈസ്. അടുത്തതേതാ വാടാ മക്കളെ. കൊടുത്ത് ഗൈസ്. അതും പൊട്ടിച്ച് ഇത്ര പണിയുള്ളൂ ഗൈസ്. ഒരു റോഡിന് നമ്മളെ പൊട്ടിക്കാൻ പറ്റില്ല. ഇനി എവിടെയാണ് ഗൈസ്? ഇതേ ഷീൽഡ് അതും പൊട്ടിച്ചു. എല്ലാം പൊട്ടിച്ചിട്ടില്ല, എന്നാലും ഏകദേശം എല്ലാതും കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫൈനൽ ബോസ് ഫൈറ്റ് ഗൈസ്. ഫൈനൽ ബോസ് ഫൈറ്റ്. കഴിഞ്ഞു. ഇനി ഷീൽഡ് ചെയ്തിട്ട് ലെവൻ്റെ മെഷീനും കൊളായി ഒക്കെ പൊട്ടിത്തെറിച്ചു. ലായനി പോലത്തെ സ്ഥലത്ത് പൊട്ടിത്തെറിച്ചു. പുകയൊക്കെ നിന്നു. ഐസ് പൊട്ടി. എനിക്ക് കൂളാവുണ്ട്. തണക്കുണ്ട് മൈക്ക്. പൊട്ടി. മെഷീൻ പൊട്ടി. റോഡിൽ നിന്ന് മോങ്ങുണ്ട് അവിടെ കിടന്നിട്ട്. ഇവന്ത് കാട്ടുണ്ട്. മാസ്ക് കൂടെ ശ്രമിക്കുന്നുണ്ട്. മാസ്കൂരി എല്ലാവരും ഞെട്ടുണ്ട്. പക്ഷേ മൂന്ന് നമുക്ക് കാണിച്ചിട്ടില്ല. അത് വൃത്തിയിട്ടവരോടെ പോയി. പണ്ടത്തെ മെമ്മറീസിലേക്കൊക്കെ പോവാൻ തോന്നി. ഇവന് എലീസ, സിസ്റ്റർ മാഡ്ലിൻ, അതൊക്കെ ഇങ്ങനെ മാറി ഓരോ കുട്ടികൾ ഇവനെ ചെറുപ്പത്തിൽ കളിയാക്കും. അതൊക്കെ നമ്മൾ സെമിത്തേരി പോയപ്പോൾ നമ്മൾ കണ്ട്. ഫസ്റ്റ് 2 or 3 ആണ്. ജോസഫ് സുലൈമാനി അതും കുഴപ്പമില്ലെന്ന കാര്യം. പിന്നെ ജോസഫ് സുലൈമാനി ബുള്ളറ്റ് ഇടിച്ച് മരിക്കും അങ്ങനെയൊക്കെ പറയണ്ടേ. ബുള്ളറ്റ് തന്നെ അറിയില്ല, മരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ പറയണ്ട്. ബിക്കോസ് ദാറ്റ് ഇവർക്ക് ദേഷ്യം പിടിക്കണ്ടേ. എൻ്റെ ജീവിതം നശിച്ച ജീവിതം കൊളായി അങ്ങനെ ഓരോന്ന് പറയണ്ടേ. പണ്ട് നുഴച്ച പോലെ നുഴക്കിനൊക്കെ ഉണ്ട്. കുട്ടികളെ പല്ലൊക്കെ കാണിക്കണ്ടേ. പിന്നെ തള്ളച്ച് വരുന്നുണ്ട്. പെണ്ണിൻ്റെ ഉടുപ്പൊക്കെ എടുത്താണ്ട്. പെണ്ണല്ല ആണാണെന്നൊക്കെ പറഞ്ഞു കൊടുക്ക് റോഡെ. Crazy man was treated loudly. Was he that evil lord named Baphomet? My real dad, one Joseph. എന്നൊക്കെ പറയണ്ടേ. പിന്നെ എല്ലാ ആടിനത്തും കാണിച്ചു. കഴിഞ്ഞെന്ന് തോന്നി. കിസിമെന്താ കാട്ടണേ? My revenge and my dreams, like ice cream on a summer night. എല്ലാ ആത്മഹത്യ മോണീസ്. ആത്മഹത്യ എല്ലാ ആത്മഹത്യ തോന്നുന്നു. അതിന് ചാടി ചാവാണെന്ന് തോന്നണേ. ഇഷ്ടികാണതിക്കാണ് ഈ ചാടി ചാവണത്. ഇന്ന് നീക്കുമായി മരിക്കും സിസ്റ്റർ. while scenes start begin, the talk begins. Real name still hidden. Magical rap was ഇപ്പം തൊടുമ്പോഴാണ് പള്ള വീർക്കണത്. അങ്ങനെ ഇത് പ്രഗ്നൻ്റ് ആണ്. എറിക്കൊക്കെ പകരം മറ്റാളെ കിട്ടണേ. ശരിക്കും അതാണ് വികാരം. പക്ഷെ ഈ സിസ്റ്റർ മാഡിലാണെങ്കിൽ അത് പെണ്ണിനെ പോലെ വളർത്തും. ഇങ്ങനെയൊക്കെയാണ് ജനിച്ചത്. ഇത് ശരിക്കാണെങ്കിൽ ഈവിളെന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് ഗെയ്സ്. അത് നമുക്ക് കളിക്കണം. അത് അതിനെ പറ്റി കളിച്ചാൽ നമുക്ക് കൂടുതൽ അറിയും ഗെയ്സ്. ഈ ചെകുത്താൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആക്കി എന്തൊക്കെ ആക്കി കുറേ പിള്ളേരൊക്കെ കൊന്നിട്ട് അങ്ങനെയൊക്കെ ആക്കിയാണ് ഗെയ്സ്.
വള്ളമൊക്കെ കൊടുത്തത് കിടക്കണേസ്. എന്നിട്ട് ജോസഫ് സുലൈമാന് കൊടുക്കും. ഹൃദയ ദേശ് പോയി ഉണങ്ങിയില്ലാതായി. ഓരോരുത്തരെ കാണിക്കുന്നുണ്ട്. ഇത് ജോസഫ് ഈസ്റ്റോണ്. ഫോട്ടോ കാണിക്കുന്ന ചെകുത്താൻ്റെ റോഡിന്ന് കഴിച്ചിട്ടുണ്ട്. റോഡിന് ചെറുപ്പക്കാലം സങ്കടമുണ്ട് ഈ സ്റ്റഡിയനായിട്ട്. റോഡ് ചെയ്യാൻ നിൽക്കുന്ന ചാടി ചത്തേസ് ചാടി. സിസ്റ്റർ മാറ്റ് ഇതാ നോക്കണത്. തള്ള മാറ്റി നോക്കണ്ട്. മാറ്റി അമ്മച്ച് നോക്കണ്ട്. വാട്ട് ഇവളെണ്ണ അമ്മച്ച് കണ്ടു. ഇവളെണ്ണ അമ്മച്ച് അത് കണ്ടു. യെസ് യെസ് പൊക്കിയെടുത്തു റോഡിനെ പൊക്കിയെടുത്തു. അമ്മച്ചിയുടെ മുഖത്തുമായി ഇതൊക്കെ ലിക്വിഡൊക്കെ. ആർ യു മൈ സൺ അങ്ങനൊക്കെ പറയണ്ടേ. ഫൈനലി ക്യാൻ ഹഗ് കെട്ടിപ്പിടിച്ചു. സോറി എന്നൊക്കെ പറയണ്ടേ. ഐ ലവ് യു എന്നൊക്കെ പറയണ്ടേ. ഫുൾ ഇമോഷണൽ സീൻ ഗൈസ്. My mother? Yes, it's me. Finally, I After recognize life you in the as my guys son. is പ്രതിമ ഗൈസ്. Oh, man. I hope we get to know each other. റോഡ് പ്രതിമയായി. After life. മെല്ലെ സിസ്റ്റർ മാഡ്ലിനും പ്രതിമ ആയി ഗൈസ്. ഇതാണ് ശരിക്കും എൻ്റെ നമ്മൾ ശരിക്കും ഇവളാണ് ഇതിന് മുന്നെയാണ് ഈസ് കളിക്കണ്ടേ. ഇപ്പോഴാണ് ഇവളാണ് നമ്മൾ ചോദിച്ചാവണേ. എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടു. ഇതേ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഓടുണ്ട്. മോം ഡാഡ് ഇട്രസീസ് മൈക്കിൻ്റെ ഇതുകൊണ്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച്. പട്ടിക്കുട്ടി ലെസ്സും മൈക്കും ചെറുതായിട്ടൊന്ന് കൈ കോർത്തു ഗൈസ്. ചാർലിനെ കഥ കണ്ട് നക്കണ്ട് ഗൈസ്. മെല്ലെ പിടിച്ച്. It has been quite the adventure. I'll tell you everything when we get home. ചുണ്ടൊക്കെ തുടുത്തു ഗൈസ്. ഫുൾ സെറ്റാണ്. പോലീസ് ജീപ്പൊക്കെ ഉണ്ട് അവിടെ. എല്ലാ കുട്ടികളും രക്ഷപ്പെടുത്തി. എന്തായാലും ഇത്രയേ ഉള്ളൂ ഐസ്ക്രീം 8 ഫൈനൽ നമ്മൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.